ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കന്യാകുമാരി വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്, കണ്ടിന്യൂഷൻ ആണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ കന്യാകുമാരി ചെന്ന് റൂമൊക്കെ എടുത്ത് ഫ്രഷപ്പ് ആയിട്ടുണ്ട്. ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു വൈറ്റ് ലെഗ് ജീൻസും അതുപോലെ തന്നെ ഒരു യെല്ലോ ഷോർട്ട് കുർത്തിയുമാണ്. അപ്പോൾ രാവിലെ റൂമിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ചു. ആ സമയമായപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇടിയപ്പം, അപ്പം, കടലക്കറിയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ അമ്മയുടെ സ്കൂളിൽ നിന്ന് പോകുന്നൊരു ടൂറാണ്. അപ്പം ഞാനും വെറുതെ അമ്മയുടെ കൂടെ പോയെന്നേ ഉള്ളൂ. ഒരു ചെറിയ ട്രിപ്പ് ആവുമല്ലോ എനിക്കും കൂടി. അങ്ങനെ ഞാൻ പോയതാണ്. പിന്നെ നിങ്ങൾ കന്യാകുമാരി കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, താഴെ മുഴുവൻ അപ്പിയാണ്. നോക്കിയും കണ്ട് ഒക്കെ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ കാലിൽ അപ്പി പറ്റും. അപ്പം നോക്കിയും കണ്ടൊക്കെ നടക്കുക. അപ്പം ഈ കന്യാകുമാരി എന്ന് പറയുന്നത് 3 കടലൊക്കെ ഒന്നിക്കുന്നതാണല്ലോ. അപ്പം വെള്ളത്തിനൊക്കെ പല പല കളറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വിവേകാനന്ദ പാറ അവിടെ അടുത്താട്ടോ, റൂമിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്നാണ് പോയത്. എന്നാലും കുറച്ച് നടക്കാനുണ്ട്. ഞാൻ നടന്ന് കിടന്ന് ടയേർഡായെന്ന് തന്നെ പറയാം. ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. അത് അവിടെ ഡ്രസ്സ്, ബാഗ്, അതുപോലെ തന്നെ കണ്ണാടികളെ, അങ്ങനെ ഇതേപോലെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഒത്തിരി പേര് വിറ്റോണ്ട് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 50 രൂപയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസ്. ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ. നമുക്ക് വിവേകാനന്ദ പാറയിലേക്ക് പോകണമെങ്കിൽ ബോട്ട് കയറണമല്ലോ. ബോട്ട് കയറാനുള്ള ഒരു ക്യൂ നിൽക്കുവാണ്. ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് അപ്പുറമുള്ള കടകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ ഒരു മയിൽപ്പീലിയുടെ പ്രിൻ്റുള്ള ഒരു സ്കേർട്ട്. ഒത്തിരി കടകളും ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാഗ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂ നിന്ന് എട്ടപാട് തീർന്നെന്ന് പറയാം. ഇഷ്ടംപോലെ കടകളാണ്. ബാഗുകളാണെങ്കിൽ ഇഷ്ടം പോലെ. പിള്ളേരൊക്കെ ഇതേപോലെ ബബിൾസൊക്കെ ഊതുകയാണ്. അപ്പം ക്യൂ നിൽക്കുന്നതിനിടയ്ക്ക് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കടയിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് തന്നെ അങ്ങനെ ഒരു ടൈമില്ല. ഷോപ്പിങ്ങേ നടന്നില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് അവസാനം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് അങ്ങ് വഴി വരെയാണ് ഞങ്ങളുടെ ക്യൂവ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവസാനം പതിയെ നടന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ഈ ഒരു ഗുഹ പോലത്തെ സ്ഥലത്ത് ഞങ്ങൾ കുറേ നേരം പോസ്റ്റായി. ഒരു ബോട്ട് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ കുറേ നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പേര് മേളിൽ കയറി നടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ മേളിൽ കയറി നടന്നതാണ്. അവസാനം ഞങ്ങളോട് എല്ലാവരോടും വിസിലടിച്ച് താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര കൊടും വെയിലാണ്. നമ്മളവിടെ സൺഗ്ലാസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ വരെ ഭയങ്കര പാടാണ്. വെയിലടിച്ച് നമുക്ക് ശരിക്കും കണ്ണ് തുറക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ബോട്ട് കയറാൻ നേരം ഇതുപോലൊരു സംഭവം കഴുത്തിൽ കൂടെ ഇടണം കേട്ടോ. പ്രത്യേകിച്ച് ലോക്കൊന്നുമില്ല, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മളിങ്ങനെ കഴുത്തിൽ കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൻ്റെ അകത്തേക്ക് കയറുക. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു സീറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കയറിയിരിക്കാം. എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. അപ്പോൾ അങ്ങോട്ട് പോകാൻ നേരം സൈഡ് സീറ്റ് കിട്ടിയില്ല. അങ്ങനെ സൈഡിലിരുന്ന രേണു ചേച്ചിയോടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ രേണു ചേച്ചി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയാട്ടോ ഈ ഒരു ബോട്ടിൽ അങ്ങോട്ട് പോകുന്നത്. വലിയ ദൂരമൊന്നും പോകാനില്ലെങ്കിലും കുറച്ച് സമയം നമുക്ക് ബോട്ടിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ഒരുമാതിരി നീല പച്ച നിറമൊക്കെ ഉള്ള വെള്ളത്തിൽ കൂടെയൊക്കെ പോകുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ആ ഒരു വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാട്ടോ. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ വശം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അവിടെയാണ് ഞങ്ങൾ രാവിലെ സൺറൈസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ വെറുതെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ ബോട്ടിനകത്തൊക്കെ ഇരിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരു ബോട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് അടുക്കാറായി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ വിവേകാനന്ദ പാറ ആ ഒരു പ്രതിമ നിൽക്കുന്നിടത്തല്ല പോകുന്നത്. അവിടെ 2 അമ്പലമൊക്കെ ഉണ്ട്, അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിമ നിൽക്കുന്നിടത്തേക്ക് പാലം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മേളിൽ കൂടെ ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്, നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. ആദ്യമൊക്കെ ഞാൻ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മുടിയൊക്കെ പറക്കുന്ന ഒരു പറപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ. നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ കൊണ്ട് ഊരി വെക്കണം കേട്ടോ.
അപ്പോൾ ഇതൊക്കെ ഒരു അമ്പലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ 2 അമ്പലമുണ്ട് കേട്ടോ. അപ്പം ഈ കാണുന്നത് ചെരുപ്പ് വെക്കുന്ന സ്ഥലമാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെരുപ്പ് വെക്കാം, അല്ലാണ്ട് ആ ഒരു സൈഡിലും എല്ലാം മാറ്റി വെക്കാം. ഞാനങ്ങനെ സൈഡിലാണ് മാറ്റി വെച്ചത്. എൻ്റെയൊക്കെ ചെരുപ്പൊക്കെ കണ്ട് ആർക്കെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കാണ്ട് വേറെ സൈഡിൽ വെച്ചത്. അപ്പം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഞാൻ ഇതേപോലെ നേരത്തെ രാമേശ്വരം പോയപ്പോഴും അതെ, ഭയങ്കര കാറ്റാട്ടോ. നമ്മൾ ആ ഒരു ബ്രിഡ്ജിൽ നിന്ന് മറിഞ്ഞ് താഴെ വീഴുന്ന പോലത്തെ കാറ്റാണ്. അതുപോലത്തെ തന്നെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടുന്ന് വിവേകാനന്ദ പാറ, ആ പാറ നിൽക്കുന്നത് കറക്റ്റ്, ആ പ്രതിമ നിൽക്കുന്നിടത്തേക്ക് ഒരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ ഒരു അമ്പലമാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തും ഒക്കെ ഇരിക്കും കേട്ടോ. ഈ ബനിയനൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേരാണ്, അമ്മയുടെ സ്കൂളിലെ പിള്ളേരാണ്. ഈ പച്ച മഞ്ഞ അവരുടെ ബുധനാഴ്ചത്തെ യൂണിഫോം ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അങ്ങനെ നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തൊക്കെ അങ്ങനെ ചിലയിടത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചിലയിടത്തൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നല്ല രസമാണ്. ഒരു കടലിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പറന്ന് എൻ്റെ മുടിയെല്ലാം കൂടെ കുളമായെന്ന് തന്നെ പറയാം. അപ്പടി നാശമായിട്ടുണ്ട് എൻ്റെ മുടിയൊക്കെ കൂടി. രാവിലെ നല്ല മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. അവസാനം ഞാൻ ഈ ഒരു കോലം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നെക്സ്റ്റ് പോകുന്നത് വേറെ അമ്പലം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തും കയറിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഗൈസ് ഇതെന്നെ ബൈ മിസ്റ്റേക്കാണ് കേട്ടോ അങ്ങനെ കാലൊക്കെ കണ്ടത്. ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ക്യാമറ താഴേക്കാക്കിയെന്ന് തന്നെ കാണുന്നത്. അപ്പോൾ ഭയങ്കര കാറ്റ് കേട്ടോ. ഞാനും അമ്മ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരമ്പലത്തിൽ നിന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഒരമ്പലത്തിൽ നിന്ന് കയറി ഇറങ്ങിയെന്ന് പറഞ്ഞ് 2 അമ്പലം ഉണ്ടായിരുന്നു അവിടെ. അപ്പോഴത്തേക്ക് നമുക്ക് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറിയിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. തിരിച്ച് നമ്മൾ ബോട്ടിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല പോകാൻ പോകുന്നത്. നമ്മൾ ഇതേപോലെ ക്യൂ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ കാണുന്ന ബോട്ടിലെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ പോലെ തന്നെ മറ്റേ ഒരു ഓറഞ്ച് കളർ സംഭവം ഉണ്ടല്ലോ, അതെടുത്ത് കഴുത്തേക്കൂടെ ഇട്ടിട്ട് ബോട്ടിൻ്റെ അവിടെ നിൽക്കുവാണ്. ഈ പ്രാവശ്യം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ നേരം കിടന്ന് ഞാൻ ഉറങ്ങി കേട്ടോ. കുറേ നേരം എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് ഇവിടുന്ന് എത്തുന്നോടം വരെ ഞാൻ ഒന്ന് മയങ്ങിപ്പോയി. അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗ് കാണാം. ബൈ ബൈ.